രാവിലെ അച്ഛനും മോനും വണ്ടി കഴുകുന്ന പരിപാടിയാണ്. അതൊരു നീണ്ട പ്രോസസ്സാണ് കേട്ടോ. കുറേ നേരം ഇരുന്നിട്ടാണ് ഒരു വണ്ടി കഴുകിണ്ടാക്കുക. അതിൻ്റെ മുക്കും മൂലയും തുടച്ചൊക്കെ ഭയങ്കര. ഏട്ടൻ വണ്ടി ഒരുപാട് കെയർ ചെയ്യും കേട്ടോ. ചെറിയൊരു പൊടിയും കാര്യങ്ങളൊന്നും പറ്റില്ല. അത്ര നന്നായിട്ടാണ് വണ്ടി എപ്പോഴും കൊണ്ടു നടക്കാറ്. അപ്പോൾ ഞാൻ എന്തായാലും ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു ഗാർലിക് വൈൻ ഉണ്ടല്ലോ, ഗാർലിക് ബീൻ, ആ ഒരു ചെടീൻ്റെ കുറേ കമ്പൊക്കെ ഇങ്ങനെ, കമ്പല്ല നമ്മൾ വള്ളി പോകുമല്ലോ, അതിങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ടോബോൻ്റെ കൂടിൻ്റെ മേലേക്കും. അതേപോലെ തന്നെ കുറേ കയറ് കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ കമ്പിയിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ചൊക്കെ ഇങ്ങനെ പുതിയതുണ്ടായതൊക്കെ താഴേക്ക് ചാടി നിന്നപ്പം അതിനൊക്കെ ഞാൻ രാവിലെ വള്ളിയിലേക്ക് കയറ്റി കൊടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കിളികൾ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ തുളസീൻ്റെ കതിരുണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തുളസി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കതിര് നുള്ളിയാലേ നന്നാവുക പറയാം. പക്ഷേ ഇവിടെ കതിര് നുള്ളാറില്ല. കാരണം കതിര് നന്നായിട്ട് മൂക്കാൻ വെക്കും. എന്നിട്ട് ഇവർക്ക് കൊടുക്കാനാണ്. ഈ ലവ് ബേർഡ്സ് നന്നായിട്ട് ആ കതിര് കഴിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി കിളിക്ക് വേണ്ടിയിട്ടല്ലോ, നമ്മളെ കുട്ടികളൊക്കെ പുതിയ 6 കുട്ടികളുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്താണെന്നറിയില്ല, കിളി ഉണ്ടാവും ഈ കുറേ മുട്ടയിടുന്നുണ്ട്. ആദ്യം നമ്മൾ കിളികളെ മേടിച്ചതിന് ശേഷം ഒരു 10-30 മുട്ടയെങ്കിലും ഇട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിലൊറ്റ മുട്ട പോലും വിരിയാണ്ട് അങ്ങനെ കുറേ കാലം പോയി. ഏകദേശം എനിക്ക് തോന്നുന്നു 5-8 മാസം. ഇപ്പം അടുത്താണ് ഇങ്ങനെ മുട്ട വിരിയാൻ തുടങ്ങിയത്. അങ്ങനെ നമുക്ക് പുതിയൊരു 6 കുട്ടികളുണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു 8-9 മുട്ടയും കൂടെ ഉണ്ട്. അതിൽ കുഞ്ഞ് 2 കുട്ടികളും കൂടെ ഉണ്ടായി. അങ്ങനെ ഇപ്പം നമ്മളെ കൂട് നിറഞ്ഞു കേട്ടോ. കിളിക്കൂടിൽ ഇപ്പോൾ കുറേ കിളികളായി. ഇപ്പം 8-9 വലിയ കിളികൾ തന്നെ ഉണ്ട്. പിന്നെ ഇനി വിരിഞ്ഞിറങ്ങാനുള്ളതും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അതിൽ അടിയും. അത്രയും കിളികളൊന്നും ആ കുഞ്ഞിക്കൂട്ടിൽ കൊള്ളില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബത്തേരി പോയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കിളിക്കൂട്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചും കൂടെ വലിയ കൂട് വൈകുന്നേരത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരം നമ്മൾ വൈകിപ്പോയി. അപ്പോഴേക്കും കട അടച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വരുമ്പം, ഇനി ഏട്ടൻ വരുന്ന ദിവസം പോയി മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഈ കാണുന്ന ചീവീടാണ്. ഇതെന്താണ് ചീവീട് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഇത് ചത്തുപോയ ചീവീടാണ്. അതിങ്ങനെ ഉണങ്ങി വെറും തൊണ്ടായിട്ടുണ്ടാവും. അപ്പോഴും അത് ആ മരത്തിലാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഒട്ടിയിരിക്കുന്നതാണ്. കൂടുതലും നമ്മുടെ കവുങ്ങുണ്ടാവുമല്ലോ, കവുങ്ങിലാണ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് കാണാറ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും വീഴാത്തത്? ഇനിയിപ്പോൾ അതിൻ്റെ നഖം കൊണ്ട് അത് ഇറുക്കി വെച്ചിട്ടാണോ? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പം നിച്ചോട്ടൻ വന്നിട്ട് ടോബോനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ഷീറ്റിലടിച്ചാൽ ഭയങ്കര ഒച്ചയാണ്. അപ്പോൾ ടോബോനെ ഇങ്ങനെ മൂച്ച് കൂട്ടാന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് അവൻ അവിടെ പോയി അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇതാ നല്ല വെയിലൊക്കെ ആണെങ്കിലും കാപ്പിപ്പൂവൊക്കെ ഇങ്ങനെ മഞ്ഞ് കൂടുതലായതുകൊണ്ട് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലൊരു മഴ പെയ്യണം. മഴ പെയ്തില്ലെങ്കിൽ ആ ഒരു കാപ്പിപ്പൂ മൊത്തം കരിഞ്ഞു പോകും. പിന്നെ അടുത്ത വർഷത്തേക്ക് അധികം കാപ്പി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കാപ്പി ഒരു നല്ല മഴ ആവശ്യമാണ്. എന്നാണാവോ ഇങ്ങനെ ചില ദിവസമൊക്കെ ഭയങ്കര മഴക്കാരൊക്കെ കാണാം. പക്ഷേ മഴയൊന്നും പെയ്യുന്നില്ല. പിന്നെ ഒരു ദിവസം മുക്കത്തേക്ക് പെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞു അവിടേക്കൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. നമുക്കിവിടെ ആ ഒരു മാരിമ്പോത്സവത്തിനൊക്കെ വീടോട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ പൊതുവേ ചാറി പോകാറുള്ളതാണ്. ഇപ്രാവശ്യം ചാറിപ്പോയ പോലും കണ്ടില്ല. അങ്ങനെ മഴ ഇങ്ങനെ തൂങ്ങിക്കാന്ന് പറയില്ല, അതേപോലെ നിന്നു. പക്ഷേ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഇന്ന് ഇഡ്ഡലിയും അതേപോലെ തന്നെ ചട്ടണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വടി വേണ്ട, വടി വേണ്ട. എന്തിനാ വടി? ഞാൻ വേറെ വടി എടുത്തു തരാം. എന്റെ വടി വേണ്ട. ഇതോ? ഇത് എന്തിനാ? വേണ്ട. എന്താടാ ഇനിയും കാട്ടാൻ വേണ്ടിയിരിക്കണേ? അവരെ വണ്ടിയിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മളെ കുളത്തിലുണ്ടല്ലോ ഇപ്പോൾ ഒരുപാട് മീനുണ്ട്. നല്ല, ഞാൻ പറഞ്ഞില്ലേ ഓറഞ്ച് കളറിലൊരു മീൻ നമ്മുടെ ഉള്ളിൽ ഞട്ട് വെച്ചിട്ടില്ലേ, അതിൻ്റെ തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് കുറേ എണ്ണം ആ ഒരു കുളത്തിലോട്ടുണ്ടായിരുന്നു. അതിലും ഇപ്പോൾ കുറേ കുട്ടികളുണ്ടായിട്ട് നല്ല ഓറഞ്ച് വാലകളെ നമ്മളെ അങ്ങനത്തെ മീനുകൾ, നോർമൽ കപ്പിയല്ല കേട്ടോ, കപ്പി മാത്രമല്ലാത്ത മീനും അതിൽ വേറെ കളർ മിക്സായിട്ട് മഞ്ഞ വാലൊക്കെ ഉള്ളതുണ്ട്. ഇനി അതിൻ്റെ 2 പിടിച്ചിട്ട് ഉള്ളിൽ കൊണ്ടുവരണം. കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പിന്നെ ഫുള്ള് മൂടിയിരുന്നേ കൊണ്ടേ അത് എല്ലാം നല്ല സേഫായിട്ടിരിക്കുന്നുണ്ട്. എന്നാലും ടോബ് അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയിട്ട് കുളത്തിൽ ചാടുന്നുണ്ട് കേട്ടോ. അപ്പം മേലെന്ന് ഇങ്ങനെ ഫുൾ പറിച്ച് നശിപ്പിക്കില്ലെന്നേ ഉള്ളൂ. അപ്പം ചൂടെടുക്കുന്ന സമയത്ത് ഓടി വന്ന് കാല് ഇടും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ വൈകുന്നേരം ഒന്നുമില്ല, രാവിലെ തന്നെയാണ്. നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ ആദ്യം വീട്ടിലേക്ക് ആക്കി വെച്ച് പിന്നെ വണ്ടി എഴുതുന്ന ആൾക്കാരൊക്കെ വരണമല്ലോ, എന്നിട്ടല്ലേ കഴിക്കാതിരിക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ വെച്ചിട്ട് ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നിച്ചോട്ടിനും ഇഡ്ഡലി കൊടുത്തു. പിന്നെ എരിവില്ലെങ്കിൽ എരിവില്ലാത്ത കറിയൊക്കെ ആണെങ്കിൽ അവന് കൂട്ടി കൊടുക്കും. ഭയങ്കര എരിവൊക്കെ ഉണ്ടെങ്കിൽ അവന് പാലൊഴിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഇഡ്ഡലി കൊടുക്കുക കേട്ടോ. ഇഡ്ഡലി ആണെങ്കിലും എന്ത് കടിയാണെങ്കിലും. അപ്പോൾ ഇതാ രാവിലെ ഇഡ്ഡലിയും അതേപോലെ തന്നെ
ഇതൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് ഇന്ന് ഇപ്പം പ്ലാൻ എന്ന് വെച്ചാൽ ഒന്ന് കടൽമാട് പോകാനുള്ള പ്ലാനായിട്ടും അതേപോലെ തന്നെ ഒന്ന് പുറത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു തരാം കേട്ടോ. ഇതിന് മുന്നേയായിട്ട് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ചുരിദാറുകളാണ്. പിന്നെ അതേപോലെ തന്നെ 2 കുർത്തകളുണ്ട്, നോർമൽ ടോപ്പ് മാത്രമായിട്ട്. അതിൽ ഫസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെയാണ് ഈ കാണുന്നത് വന്നിട്ട് 499 399 അങ്ങനെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടോ ഇതേ സെയിം സാധനം പച്ചുള്ള ഗ്രീൻ കളർ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും ഇട്ടിട്ടും അതിനൊരു ക്ലോത്ത് കുഴപ്പമൊന്നും വന്നിട്ടില്ല, അങ്ങനെ നാശമായിട്ടൊന്നുമില്ല കേട്ടോ ഈ സെയിം സംഭവം. അപ്പോൾ എനിക്ക് നല്ല ക്വാളിറ്റി തോന്നിയതുകൊണ്ട് പിന്നെ ഇതിൻ്റെ സെയിം ബ്ലൂ കളർ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് വീണ്ടും മേടിച്ചാണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന ചുരിദാറാണ്. ഇതും ഒക്കെ കോട്ടൺ ആണ്. ഈ ഒരു ചൂട് ക്ലൈമറ്റിൽ നമുക്ക് കോട്ടൺ ചുരിദാറായിരിക്കും നല്ലത്. ഈ ഒരു ഡ്രസ്സിന് റേറ്റ് വരുന്നത് 999 രൂപയാണ്. നമുക്ക് ഓഫർ ഉണ്ടാകുന്ന സമയത്ത് കേട്ടോ. ചിലപ്പോൾ ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും കുറേയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് അന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ആ ഒരു റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഇടാനായിട്ടും കംഫർട്ടായിട്ടില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനിത് ഓവർ ഷേപ്പൊന്നും ചെയ്തിട്ടില്ല, കൈ മാത്രം ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൈയിൻ്റെ ലെങ്ത്ത് കൂടുതൽ ഒന്നാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലെ ഫംഗ്ഷന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ക്യാഷ്വൽ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല രസമുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ കളറാണെങ്കിലും സ്കൈ ബ്ലൂ, നല്ല ഭംഗിയുള്ള നല്ലൊരു ചേരുന്ന കളറാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ നെക്ക് വന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ട് പിന്നെ ഒരു വി കട്ട് പോലെ വരില്ലേ, അതേപോലെയാണ് വരുന്നത്. അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു കെട്ടാൻ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്. അതേപോലത്തെ നമ്മുടെ ഓപ്പൺ ഉണ്ടല്ലോ, ഓപ്പണിൻ്റെ സൈഡിലും ഇതേപോലെ കുറച്ച് കയറി ഓപ്പണാണ്. എന്നിട്ട് ഇതേപോലെ കെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യം കാണിച്ച ആ ഒരു ബ്ലൂവിൻ്റെ സെയിം കളറ്. ആ ബ്ലൂ ഞാൻ ആ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് ടൈം ഇട്ട് കാണിക്കുകയാണ്. പക്ഷേ ഇത് ഞാൻ കുറേ തവണ യൂസ് ചെയ്തിട്ട് അലക്കി അങ്ങനെ വെച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം എന്തായിരുന്നു നിങ്ങൾക്ക് ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാൻറ്റില്ലേ, എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പാൻറ്റ് മിക്കവാറും ഇങ്ങനത്തെ കുത്താ ടോപ്പ് വരുന്ന സമയത്ത് അതിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടെങ്കിൽ ഞാനൊരു പാൻറ്റ് തന്നെ ഇടാറുള്ളത്. നല്ല രസമുള്ള പാൻറ്റാണ്. പിന്നെ അടുത്തതാണ് ഈ ഒരു ചുരിദാർ, ഇതേപോലൊരു പിങ്ക് കളറിൽ വരുന്നതാണ്. ഇതിൻ്റെ ഷോളാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഇതും ഞാൻ ജസ്റ്റ് കൈ മാത്രമേ ഒന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിനൊക്കെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ആ ഒരു പാൻറ്റില്ലേ അങ്ങനെയാണ് വരുന്നത്. പാൻറ്റൊന്നും വേറെ ഒന്നും ചെയ്യാനൊന്നുണ്ടാവില്ല കേട്ടോ, കറക്റ്റ് പാകം തന്നെ ആയിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ ഒരിക്കലും ഭയങ്കര ഓവർ സൈസ്ഡൊക്കെ ഇട്ടായിരിക്കും വരും. പക്ഷേ ഇതിൻ്റെ ലാർജ് എടുത്താൽ എനിക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ചുരിദാറുകൾ. എന്തായാലും ലിങ്ക് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ വെറുതെ ചെറിയൊരു ഡ്രൈവിന് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ സ്ഥലമൊന്നുമില്ല, അങ്ങനെ വന്നു വീട്ടിൽ നിന്ന് അങ്ങനെ സമയത്ത് എങ്ങോട്ട് ഇറങ്ങണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ എവിടെ എത്തിച്ചൂരാ, മുത്തങ്ങ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുണ്ടൽപേട്ടയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടായും കൊണ്ട് ഭക്ഷണം കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഭയങ്കര വിശപ്പൊന്ന്. എനിക്ക് രാവിലെ ദോശ കഴിച്ചും കൂടെ വിശന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് എന്തോ കഴിക്കാൻ ഏട്ടൻ ഇച്ചും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതാ തൊണ്ടയിൽ ഇത് കഴിച്ചപ്പോൾ എന്തോ കുടുങ്ങിയതാ ഈ സംഭവമല്ലേ. ഇത് 2 പാക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളുടെ ആ ഒരു എന്ത് കേക്കെന്നാ പറയുക, എന്തൊരു പാൻ കേക്കോ അല്ല എന്തൊരു സാധനം ഉണ്ടല്ലോ, എനിക്ക് പേര് മറന്നു. ഞാനത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അത് പൊതിഞ്ഞ് വെച്ചിരിക്കാം. അപ്പം അതും മേടിച്ചോണ്ടൊന്നു പോണ വഴിക്ക് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകാനായിട്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ, എനിക്കിങ്ങനെ പേര് മറന്നു പോയതാണ്ടോ ഈ സാധനം. നല്ല രസമാണ്, ഇങ്ങനെ പാക്കറ്റായി മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്തായാലും പോയി വരട്ടെ. നമ്മൾ പെട്ടെന്നാണ് തീരുമാനങ്ങളൊക്കെ മാറ്റിയത്. നമ്മൾ അങ്ങോട്ട് പോകണില്ല, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ, ചേച്ചിയുടെ അടുത്തൊക്കെ പോയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഭയങ്കര വെയിലുമാണ്. പിന്നെ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ കാട്ടുകൂടെ ഞാൻ ഓടിച്ചു പോകുന്ന സമയത്ത് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെറുതെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് ടാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഗുണ്ടൽപേട്ടയിൽ പോകുന്ന സമയത്ത് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ ഞാൻ പാനിക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ആ വഴി പോയിട്ട് ഇതാവണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഏട്ടനെ കൊണ്ട് ഓടിപ്പിക്കാൻ കൊടുക്കേണ്ടി വരും. അതേപോലെ പെട്ടെന്നൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഏട്ടനൊന്ന് മാറി കൊടുക്കണമെങ്കിൽ നിർത്തി ഇറങ്ങാൻ പറ്റൂല, കാരണം പെരും കാടാവല്ല, കടുവയും വന്ന് തന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോയാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ആ വഴി വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോന്നു. പിന്നെ ഇതാ നല്ലൊരു മാങ്ങ കിട്ടി കേട്ടോ. ചില സമയത്തൊക്കെ നമുക്ക് മാങ്ങയൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ മേടിക്കണം, അപ്പം ഒരുമാതിരി പുളിച്ചി മാങ്ങയായിരിക്കും. ഇതിന് മുൻപ് നമ്മൾ നല്ല മണത്ത് നോക്കിയിട്ട് നല്ല അടിപൊളി മണം കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചാണ്. അയ്യോ, പുളിച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത മാങ്ങ, ജ്യൂസ് അടിച്ചാൽ പോലും പുളി മാറില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു മാങ്ങയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ല രസമുള്ള മാങ്ങയായിരുന്നേ. കളറൊക്കെ ഉണ്ടോ, നമ്മൾ ശരിക്കും പഴുപ്പിച്ചാണോ എന്തോന്നറിയില്ല. എന്തായാലും മാങ്ങ നല്ല മധുരം ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. വത്തക്ക ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം വത്തക്കയും മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിരുന്നു. പിന്നെ നിച്ചൂട്ടിനെ കുറച്ച് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവനെ വിളിച്ച് വരുത്തിയും കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചാൽ വരില്ല. ഒന്നാമത് ഭക്ഷണം കൂടെ കണ്ടു കഴിഞ്ഞാൽ അവന് വയ്യായികയും അതേപോലെ തന്നെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങും. അപ്പം അവനുള്ള ചെറുപയറും കഞ്ഞിയാണെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടം അവന്. അപ്പം അതിങ്ങനെ ഞാൻ ഒന്ന് ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളന്ന് കടൽമാട് പോയപ്പോൾ എടുത്താണ് കേട്ടോ. അപ്പോൾ പാറുവിനെ കണ്ടപ്പോഴേ അവിടെ ഇങ്ങനെ ചന്ദ്രമാമൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പുഴ തോടും പോകുന്നുണ്ട്, ഇപ്പുറ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ ചാലും പോകുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളമാണ്. അപ്പം നിച്ചൂട്ടിനെ കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടം. ഇതാ ആ വീണത് പാറമാണ് കേട്ടോ, കസിൻ്റെ മോളാണ്. അപ്പം നിച്ചൂട്ടിന് അവളൊന്ന് തള്ളി നോക്കിയതാണ്. അപ്പോൾ അവളിങ്ങനെ നിർബന്ധിച്ച് ഇറക്കുകയാണ്, ഇറങ്ങുക പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ ഇറങ്ങിയതാണ് പാറു. അപ്പം വീണിട്ടുണ്ടായിരുന്നു, പക്ഷെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്, എനിക്ക് കണ്ടപ്പോൾ നല്ല രസം തോന്നി. പിന്നെ നമ്മൾ വൈകുന്നേരം തിരിച്ചു പോന്നു. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയണത്. എന്തായാലും നമുക്കിനി പുതിയ വീഡിയോയുടെ വരുന്ന ദിവസങ്ങളിൽ കാണാം. ബൈ.